Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഇസ്രായേലിന് നേർക്ക് 200-ലേറെ ഡ്രോണുകളും മിസൈലുകളും അയച്ച ഇറാന്റെ തിരിച്ചടി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. സുഹൈൽ, ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഈ ഇറാന്റെ തിരിച്ചടി. 200-ലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് പതിച്ചു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? അമൃത, പശ്ചിമേഷ്യയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഒരു ആക്രമണം ഇസ്രായേലിന് നേർ ഉണ്ടായിരിക്കുന്നത്. 200-ലധികം ഡ്രോണുകളും മിസൈലുകളും ടെല്ലവീവ്, ജെറുസലേം അടക്കമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. പക്ഷേ കൂടുതൽ ആളപായം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളില്ല. ഈ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം അമേരിക്കയുടെയും അതേപോലെ തന്നെ UK-യുടെയും ജർമ്മനിയുടെയും എല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിൽ തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഒരു കുട്ടിക്ക് പരിക്കേറ്റതായും അതേപോലെ തന്നെ ഒരു വ്യോമതാവളത്തിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിനുള്ളിൽ വലിയ ഭീതിയും അതേപോലെ തന്നെ ആശങ്കയും ജനിപ്പിക്കാൻ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാന് സാധിച്ചിരിക്കുന്നു. തിക്കിലും തിരക്കിലും പെട്ട് 35-ലധികം പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കും, തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഈ കാര്യം ചർച്ച ചെയ്യാനും അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം ഇറാന് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റ് മണിക്കൂറുകൾക്ക് മുമ്പ് ചേർന്നിരുന്നു. പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനെയും അതേപോലെ തന്നെ യോവ് ഗാലന്റിനെയും ബെന്നി ഗാൻസിനെയും ഈ 3 പേരെയും ഇക്കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ യുദ്ധകാല ക്യാബിനറ്റ്
ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയും അതേപോലെ തന്നെ നെതന്യാഹുവും തമ്മിൽ, ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ വളരെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ബൈഡൻ ചില പ്രസ്താവനകൾ വരുന്നു. ഇറാന് ശക്തമായ പിന്തുണ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ബൈഡൻ പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇനി ഇസ്രായേൽ ഇറാന് നേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം നടത്തുമോ എന്നുള്ളതാണ്. ഈ സംഭവത്തെ നിശ്ചയിച്ചിരിക്കും ഇനി പശ്ചിമേഷ്യയുടെ വരും ദിവസങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ഏപ്രിൽ 1 ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവി മുഹമ്മദ് സാഹിദി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള മറുപടി തീർച്ചയായും നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് ഇന്നലെ രാത്രി ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അത് സമനിലയിൽ എന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ, ഇനിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയ യുദ്ധത്തിലേക്ക് പോകും എന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയെ തന്നെ പിടിച്ചു കൊടുക്കുന്ന വലിയൊരു യുദ്ധമായി അത് മാറും. ഇപ്പോൾ തന്നെ ഗസ യുദ്ധം കാരണം സാമ്പത്തിക മേഖലയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുമെല്ലാം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ വലിയൊരു മേഖലയിലേക്ക് യുദ്ധം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അമേരിക്ക ഇസ്രായേലിന് എത്രത്തോളം പിന്തുണ നൽകുന്നു, ഇനി യുദ്ധമുണ്ടാകാൻ അമേരിക്ക കൂടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങൾ. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. نتفاخر فيه في دولة الإمارات فهو بالمقيم والمواطن على أرض دولة الإمارات. هذيلا نحن لنا الشرف أن نحن نخدمهم. هذيلا نحن المحظوظين أن يكونون يشاركونا في هذه الأرض وبهذه الهوية.